അഭിമന്യ പിതാവിനെയും മറ്റെല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ജോർജ് കുട്ടിക്കലച്ചനെ ക്ഷണിക്കും. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. അഭിമന്യ പിതാവെ, ഞങ്ങൾ വേദിച്ച നാഷിനോച കണ്ണുനാനത്തച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ തൃത്വത്തിന്റെ എലിസബത്തിന്റെ പേരിലുള്ള ഈ ഈ ഭവനം, ഈ ദേവാലയം ബ്ലസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. എവിടെ ചെന്ന് രാത്രി ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ നിന്നെല്ലാം ഓടിച്ചു വിടും. അവർക്ക് തലചായ്ക്കാൻ ഇടമില്ല. അപ്പോഴാണ് ആകാശപ്രഭകളുടെ അമ്മ, പ്രിയപ്പെട്ട അമ്മ മദർ തെരേസ, കർമ്മല മാതാവ്, ആകാശപ്രഭളമ്മ കർമ്മല മാതാവ് കർമ്മലയുടെ ഒരു പുത്രിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു, ഞങ്ങൾക്ക് സ്വന്തമായി തന്നു. അതാണ് പരിശുദ്ധ തൃത്വത്തിന്റെ വിശുദ്ധ എലിസബത്ത്. എലിസബത്തിനോടുള്ള ഞങ്ങളുടെ ബന്ധം, വിശുദ്ധ എലിസബത്ത് പറയുകയാണ്, ത്രിയേക ദൈവമാണ് എന്റെ വീട് എന്ന് ഞാൻ കണ്ടെത്തിയപ്പോൾ എന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വന്നു. അപ്പോൾ എലിസബത്ത് തന്റെ വീടായി ഈ ഭൂമി ജീവിക്കുമ്പം തന്നെ ത്രിയേക ദൈവത്തിന്റെ തിരുമടി കണ്ടെത്തി, ത്രിയേക ദൈവത്തെ വീടായി കണ്ടെത്തി. അവളുടെ പ്രാർത്ഥനയിലൂടെയും ജീവിതത്തിലൂടെയും അവളെ സാക്ഷ്യം വഹിച്ചു. ഈ എല്ലായിടത്തും ഇറക്കി വിടപ്പെടുന്നവരെ ആരും ഇറക്കാത്ത ഒരു വീട്ടില് കുടിയിരുത്തുക എന്നുള്ളത് ആകാശപ്പുറ കൂട്ടുകാർക്ക് ഇത്രയും സന്തോഷകരമായ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിയാണ് ആ കാണുന്നത്. പരിശുദ്ധ തൃത്വത്തിന്റെ വിശുദ്ധ എലിസബത്ത്. അത് അമ്മ തന്നതാ, കർമ്മലാംബിക തന്നതാ. അപ്പോൾ അമ്മ തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരപ്പെടുന്ന മക്കളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ചേച്ചി ഇതാ ത്രിയേക ദൈവത്തിന്റെ തിരുമടിയിൽ കയറ്റിയിരുത്തുന്നു. ഞാൻ ഓർക്കുകയാണ്, ഡൽഹിയിലുണ്ടായിരുന്ന മാർട്ടിൻ, അവന്റെ അപ്പൻ ആരാണെന്ന് അവനറിഞ്ഞൂടെ, കുഞ്ഞും ബാലൻ. ത്രിയേക ദൈവത്തിന്റെ പടം ചിത്രം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അതിലെ ആബാപിതാവിനെ കാണിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, ഇതാണ് എന്റെ ഡാഡി, ഇതാണ് എന്റെ ഡാഡി. ഈ മാർട്ടിൻ വന്നപ്പം മുതൽ എപ്പോഴും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. എന്നാൽ ഒരു നാൾ എന്നോട് ഇത് പറഞ്ഞവൻ, ഇതാണ് എന്റെ ഡാഡി, ഇതെന്റെ ചേട്ടായിയായി ഈശോ, പരിശുദ്ധാത്മാവ് എന്റെ അമ്മയാണ്, ഇതാണ് എന്റെ വീട്. പിന്നെ ഞാൻ അവനെ കരയുന്നത് കണ്ടിട്ടില്ല. സന്തോഷം നിറഞ്ഞവനായി മിടുക്കനായി ചെമ്പന്തൊട്ടിയിലെ നമ്മുടെ ഗുരുകുലത്തിൽ അവൻ പഠിക്കുന്നു. അപ്പോൾ ഇതൊരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളെ അഭിമന്യ പിതാവിന്റെ അനുവാദത്തോട്, പിതാവിനോട് ചേർന്നും ഞങ്ങളെല്ലാവരോടും ചേർന്നും ഞങ്ങളുടെ ചേച്ചിയെ, പരിശുദ്ധത്തിന്റെ വിശുദ്ധ എലിസബത്തിനെ, ഈ മനയുടെ, അവളുടേതാണ് ഈ മന, ഈ വീട്, ഈ കുടുംബ നായികയായിരിക്കാൻ അവളെ സ്നേഹപൂർവ്വം ഞങ്ങൾ ഒന്ന് ചേർന്ന് ക്ഷണിക്കുകയാണ്. നിങ്ങൾ കൈയടിച്ച് എല്ലാവരും നോക്കുന്നു. കർമ്മല മാതാവ് എന്നും അമ്മയാണ് ആകാശപ്പുറവുകളുടെ കൈ. ഒരു വിദേശ ഫണ്ട് ഏജൻസിയുടെ സഹായമില്ലാതെ ഇന്ത്യയുടെ ജമ്മു കാശ്മീർ വരെ ഇതിനെ കൊണ്ടുപോയത് കർമ്മലാംബികയാണ്. നമ്മുടെ അഭിമന്യ പിതാവ് കർമ്മല മാതാവിന്റെ പുത്രനാണ്. അപ്പോൾ കർമ്മലാംബികയെ നിങ്ങളെല്ലാവരോടും ചേർന്ന് ആകാശപ്പുറവുകളുടെ അമ്മയെന്ന നിലയിൽ ഇപ്പോൾ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തിരുക്കുടുംബത്തിന്റെ ബാലകനായ വിശുദ്ധ യോസേഫ് എന്നും ആശ്രമങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ചിലപ്പോൾ 11 സ്റ്റീൽ ഗ്ലാസ് അരി 350 പേര്
രണ്ടു നേരം കഴിച്ചിട്ടും പിന്നെയും മിച്ചമിരിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇതെല്ലാം പിന്നെ നിൽക്കുന്ന മാറിയ ഔസേപ്പിനെ, വിശുദ്ധ ഔസേപ്പിതാവിനെ എന്നും ഇതിന്റെ ഈ 3 ഭവനങ്ങളിലെ എബിയുടെ മുഴുവൻ ആശ്രമങ്ങളിലെയും പാലകനായിരിക്കുവാൻ ഈ സമയം പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. ഇനിയും പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഭിമന്യ പിതാവ് മാണ്ഡ്യ രൂപതയുടെ അധ്യക്ഷനായി കർമ്മലസഭയുടെ പുത്രൻ നിയോഗിക്കപ്പെട്ടതിനെ തുടർന്നാണ് ബാംഗ്ലൂരുമെല്ലാം ഗുരു ശിവമലബാർ സഭയുടേതായ അജപാലന പരിധിയിലേക്ക് ഔദ്യോഗികമായി കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അജപാലകനാണ്. ഈ ആശപ്പറവുകൾക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ, ഞങ്ങളെ നയിക്കാൻ, ഞങ്ങൾ കുറവുകളൊന്നാൽ തിരുത്തിത്തരാൻ ഒരു ഇടയന്റെ ജങ്കോലിരിക്കുന്ന ഇടയ സ്നേഹത്തുകൾ അഭിമന്യ പിതാവിനെ എല്ലാ ആകാശപ്പുറമുള്ള കൂട്ടുകാരോടും പ്രത്യേകമായി ഷാജിയോപ്പിനെയും ഷിജിയമ്മയോടും ചേർന്നും ആകാശപ്പുറമുള്ള അഖിലേന്ത്യാ സ്നേഹദാസനായ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന കല്ലുംപുറം ജോസ് ഡാഡിയോടും ചേർന്ന് മറ്റെല്ലാവരോടും ചേർന്ന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്കറിയാം, സഭ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ വൈദികരും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ രാത്രിയിൽ ഒത്തിരി കരഞ്ഞു. എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ എഫ്രൈം പറയുന്ന കാര്യം നമ്മൾ മരിച്ചെടുക്കുന്ന തിരുക്കർമ്മങ്ങളിൽ പാടുന്നുണ്ട്. ബലിപീഠത്തിൽ കൂടി ചമയ്ക്കും പ്രാവ് കണക്കെ തിരുസഭ നിൽപ്പ്. ബലിപീഠത്തിലാണ് സഭ കൂടി ചമയ്ക്കുന്നത്. സഭയിൽ ആകാശപ്പറവുകളും സഭയിലും സഭയോടും ചേർന്നും ആ കൂട്ടിലാണ് വളരുന്നത്. കൂട് തകർത്ത് ആ പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവെ, നിൻ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവെടിയരുത്. വൈദികരെ പുച്ഛിച്ചും തരം താഴ്ത്തിയും പരിഹസിച്ചും അങ്ങനെ ബലിപീഠത്തിൽ നിന്നും ദൈവജനത്തെ അകറ്റുവാൻ സാത്താൻ കണികളൊരുക്കുന്നു. വൈദികരായ ഞങ്ങളെയാണെങ്കിലും സാധാരണ ഒരു അൽമായനെ കുഴിയെ വീഴ്ത്താൻ 100 പിശാചുക്കളാണെങ്കിൽ ഇത് 10,000 പിശാചുക്കളായിരിക്കും ഒരു വൈദികനെ വീഴ്ത്താൻ. വൈദികരായ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്, നിങ്ങളുടെ സ്നേഹം ആവശ്യമുണ്ട്, നിങ്ങളുടെ ധൈര്യപ്പെടുത്തൽ ആവശ്യമുണ്ട്, നിങ്ങളുടെ ശക്തിപ്പെടുത്തൽ ആവശ്യമുണ്ട്. നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അസ്തിത്വം ഞങ്ങൾക്കില്ല. നിങ്ങളോടൊപ്പം ഞങ്ങളും, അഗസ്തീനോസിന്റെ വാക്കുകൾ പറഞ്ഞാൽ, നിങ്ങളോടൊപ്പം ഞങ്ങളും ക്രിസ്ത്യാനികളാണ്. നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വൈദികരുമാണ്. അതുകൊണ്ട് ഈ കുർബാനയിൽ വൈദികരോട് ചേർന്ന് നിൽക്കുവാനും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വൈദികരെ ധൈര്യപ്പെടുത്താനും കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മകൻ ഒരു മെസ്സേജ് ഇതിനോട് ചേർന്ന് അയച്ചത്. ഞാനത് കണ്ണീരോടെയാണ് വായിച്ചത്. ഞാൻ അവന് നന്ദി പറഞ്ഞു. ഇപ്പം വൈദികരെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ മോനെ, നീ അങ്ങനെ ഒരു വാട്സപ്പ് അയച്ചതിന് എനിക്ക് ഒത്തിരി ആനന്ദമുണ്ട്. ഞാൻ കരഞ്ഞുകൊണ്ടാണ് വായിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇടയന്മാർ പതറിയാൽ കർത്താവിന്റെ സഭയാണ് വളരുന്നത്. അവർ തളർന്നുപോയ സഭയാണ് വളരുന്നത്. ആർക്കും തെറി പറയാം, ആർക്കും കല്ലെറിയാം. നോക്കുക,
കുഷ്ഠരോഗികളെ അതുപോലുള്ളവരെ ശുശ്രൂഷിക്കാൻ സഭയുടെ ഒരു പത്രം കാണുന്ന അർത്ഥത്തിനാണ്. ഒരു മുസ്ലിമിനെ കെട്ടിക്കൊടുക്കാൻ ഒരു ജോസഫ് കൊടിയെ വെച്ച, അതുപോലെ ദൈവസ്ഥലമേ എന്തെല്ലാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വലിയ കാര്യങ്ങളാണ് സ്വന്തം മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും വീടിനെ കർത്താവിന് സഭയ്ക്കുമായി അർപ്പിച്ച വൈദികരിലൂടെ സഭയിൽ നടക്കുന്നത്. അതിനെയെല്ലാം കരുതി മറക്കത്തക്ക രീതി ഒന്നിനെ പൊലിപ്പിച്ച് കാണിച്ചു. വാട്സപ്പ്, സോഷ്യൽ മീഡിയയും ചാനലുകളും കഴിഞ്ഞ ദിവസം ലിസി ഹോസ്പിറ്റലിൽ എന്റെ ഓപ്പറേഷന്റെ റിവ്യൂ ചെയ്യാനായിട്ട് പോയപ്പോൾ ചാനലുകൾ അവിടെ ആളുകൾ വന്നിരിക്കുന്നിടത്ത് ചാനലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരവിടെ നിന്ന് കരഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വൈദികരെ നമുക്ക് ധൈര്യപ്പെടുത്താം, ശക്തിപ്പെടുത്താം. നമ്മളുടെ ജനനം മുതൽ ഞാൻ ഓർക്കുന്നു, ഞാൻ 1950 ജാനുവരി 11 ജാനുവരി 18 ഒരു ഗിരിഗിരി കല്ലുപറമ്പിൽ അച്ഛൻ എനിക്ക് മാമോദീസ നൽകിയത്. ഒരു വൈദികന്റെ കയ്യിലൂടെയാണ് മാമോദീസയിലൂടെ ത്രിയേക ദൈവത്തിന്റെ മടിയിൽ ഞാൻ എത്തിയത്, സഭയിലെത്തിയത്. പിന്നെ ഓരോ കൂതാശകളും സൺഡേ സ്കൂളിലൂടെ, കൂതാശകളിലൂടെ നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാനും ഒപ്പീസില്ലാനും നമ്മളെ മറക്കരുതെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ പറയാനും സഭയുടെ വൈദികരാവുന്നത്. നമ്മൾ പലപ്പോഴും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ ഗുണം അറിയില്ല, ഇല്ലാതെ വരുമ്പോഴാണ് അറിയുന്നത്. ഇതില്ലാതാക്കാനാണ് സാത്താനും സഭാശത്രുക്കളും ശ്രമിക്കുക. അതുകൊണ്ട് ബോധപൂർവം നമ്മളിവിടെ പരിശുദ്ധാത്മാവിൽ പ്രതികരിക്കണം. ഇപ്പൊ ഇങ്ങനെ ജമ്മു കാശ്മീരിലെ ആകാശപഥങ്ങളിലെ ശുശ്രൂഷ വളർന്നെങ്കിൽ ഒരു വൈദികൻ അതിന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. കുറ്റിക്കലച്ചന്റെ പുണ്യമൊന്നുമല്ല, പൗരോഹിത്യത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം വൈദികർ ഇനിയുണ്ടാകട്ടെ. നമ്മുടെ സെമിനാരി വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇതിനു പേര് ചഞ്ചലരായിട്ടുണ്ടെങ്കിൽ അവരെ ധൈര്യപ്പെടുത്തുക. പ്രിയപ്പെട്ടവർ, അങ്ങനെ വൈദികരോട് ചേർന്നാണ് അഭിമന്യ പിതാവിന് ഓരയിടവകയിലെത്താൻ പറ്റിയല്ല. അഭിമന്യ പിതാവും മാർപ്പാപ്പായും അലഞ്ചേരി പിതാവും വൈദികരിലൂടെയാണ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് വിജയത്തിലെത്തിക്കാൻ ആത്മാർത്ഥമായി സന്നദ്ധമാണെന്ന് ഈ ബലിപീഠത്തെങ്കിൽ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കുചേരുമോ പ്രാർത്ഥിക്കുക. അങ്ങനെ ഇതുവരെ നിങ്ങൾ സഹകരിക്കുന്നവരാ, അല്ലാത്തവരെന്നല്ല ഞാൻ പറഞ്ഞു. ഇതിനേക്കാൾ കൂടുതലാകട്ടെ നമ്മുടെ സഹകരണവും സ്നേഹവും എല്ലാം. എല്ലാവർക്കും ഇതിന്റെ ഉപകാരികളും സഹകാരികളുമായിട്ടുള്ളവര്, കേരള സംസ്ഥാന ഭാരവാഹികള്, കേരളത്തിലെ പല ജില്ലയിലെയും ആകാശപ്പുറമുള്ള ഭാരവാഹികള്, ഈ കർണാടകയുടെ ഭാരവാഹികള് പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിമന്യ പിതാവിനോടും അച്ഛന്മാരോടും ചേർന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ ഇതിൽ വൈദികർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അവർ ബലപ്പെടാനും ശക്തിപ്പെടാനും. ഒന്ന് നോക്കണം, നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവും, പക്ഷെ അവർ ഉള്ളു നീറുന്നുണ്ടാവും. ആ നീറുന്ന ഹൃദയത്തിൽ ആശ്വാസം പകരാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന് പ്രിയപ്പെട്ട കുറ്റിക്കിടച്ച മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്,